ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ. ചേർത്തല പ്രദേശത്തെ വേമ്പനാട്ട് കായലിൽ കക്കാവാരൽ തൊഴിലാളികളുടെ തൊഴിലിന് വെല്ലുവിളിയായി നീർനായകളുടെ ആക്രമണം. പാണാവള്ളി, ഊടുപുഴ, അഞ്ചുതുരുത്ത് കായൽ മേഖലകളിലാണ് നീർനായകൾ കക്കാവാരൽ തൊഴിലാളികളെ കടിച്ചത്. 20ഓളം കക്ക തൊഴിലാളികൾ ഇതുവരെ വിവിധ ആസ്പത്രികളിൽ ചികിത്സ തേടി. കാലിനും കൈയുടെ പിറകു ഭാഗത്തുമാണ് മിക്കവർക്കും കടിയേറ്റിട്ടുള്ളത്. കഴിഞ്ഞ 1 മാസമായി നീർനായകളെ കായൽ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഇപ്പോഴാണ് നീർനായകൾ ആക്രമണം തുടങ്ങിയത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തും കൃഷി വകുപ്പും കർഷകനായ VP സുനിലും ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള കഞ്ഞിക്കുഴി പുഷ്പോത്സവത്തിന് തുടക്കമായി. മായിത്രയിൽ 2.5 ഏക്കർ പുരയിടത്തിലാണ് കർഷകനായ VP സുനിലും ഭാര്യ റോഷ്നിയും ചേർന്ന് പൂക്കൃഷി നടത്തുന്നത്. മഞ്ഞ, ഓറഞ്ച്, വെള്ള നിറത്തിലുള്ള ചെണ്ടുമല്ലിയും വാടാമുല്ലയും തുമ്പപ്പൂവുമാണ് വിശാലമായ പൂന്തോട്ടത്തിൽ കൃഷി ചെയ്തിട്ടുള്ളത്. 30,000-ഓളം ചെടികൾ പൂക്കളുമായി നിൽക്കുന്ന വർണ്ണക്കാഴ്ചയാണ് ഇപ്പോൾ കഞ്ഞിക്കുഴിയിലുള്ളത്. ചിത്രങ്ങളും ദൃശ്യങ്ങളും പകർത്താൻ മറ്റ് ജില്ലകളിൽ നിന്ന് വരെ ആളുകൾ എത്തുന്നുണ്ട്. പുഷ്പോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ, വൈസ് പ്രസിഡന്റ് M. സന്തോഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് ആദ്യമായി വിദ്യാർത്ഥി സൗഹൃദ സ്വകാര്യ ബസ് സർവീസിന് ആലപ്പുഴ ജില്ലയിൽ തുടക്കമായി. വിദ്യാർത്ഥികൾക്ക് സുഖകരമായ യാത്ര ഒരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജില്ലാ നിയമസേവന വകുപ്പും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി KK ബാലകൃഷ്ണൻ, ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ജില്ലാ നിയമസഹായ കേന്ദ്രം സെക്രട്ടറി പ്രമോദ് മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി പ്രത്യേക സ്റ്റിക്കറുകൾ ബസ്സുകളിൽ ഒട്ടിച്ചു തുടങ്ങി. രാവിലെ 6 മുതൽ വൈകിട്ട് 7 വരെ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിക്കുന്ന കാര്യം ഈ സ്റ്റിക്കറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുജറാത്തിലെ പോർബന്ദറിൽ തീരസംരക്ഷണ സേനയുടെ ഹെലികോപ്റ്റർ അടിയന്തര ലാൻഡിങ്ങിനിടെ കടലിൽ വീണുണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പൈലറ്റ് മാവേലിക്കര കണ്ടിയൂർ സ്വദേശി വിപിൻ ബാബുവിന് നാടിൻ്റെ അന്ത്യാഞ്ജലി. പോർബന്ദറിൽ നിന്ന് അഹമ്മദാബാദിൽ എത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബുധനാഴ്ച ഉച്ചയോടെ നെടുമ്പാശ്ശേരിയിലും വൈകിട്ട് 5ഓടെ കണ്ടിയൂരിലുള്ള വീട്ടിലും എത്തിച്ചു. രാത്രി 7 മണിയോടെ കണ്ടിയൂർ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. തീരസംരക്ഷണ സേനയുടെ കൊച്ചി ഡിസ്ട്രിക്ട് കമാൻഡർ DIG N. രവിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ധീര ജവാനെ അന്തിമോപചാരം അർപ്പിക്കാൻ നാടിൻ്റെ നാനാ ദിക്കുകളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. മാൾട്ടയിൽ നടന്ന ലോക സബ് ജൂനിയർ എക്വിപ്ഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ചരിത്ര നേട്ടം സ്വന്തമാക്കിയ ആലപ്പുഴക്കാരൻ അമൽജിത്തിന് ജന്മനാട്ടിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകി. 53 കിലോ വിഭാഗത്തിൽ മത്സരിച്ച 3 ഇനങ്ങളിലും അമൽജിത്ത് സ്വർണം നേടി. ഈ 3 സ്വർണത്തിൻ്റെ തിളക്കത്തിൽ 49 പോയിന്റുമായി ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ ടീം ചാമ്പ്യൻഷിപ്പും സ്വന്തമാക്കി. ആര്യാട് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ കോമളവരം ചക്കനാട്ടുചിറ ഷാജിയുടെയും ഉഷയുടെയും മകനാണ് അമൽജിത്ത്. ആലപ്പുഴ ST കോളേജിൽ BCom 3ാം വർഷ വിദ്യാർത്ഥിയാണ്. ആലപ്പുഴ കളക്ട്രേറ്റിലും ST കോളേജിലും ആര്യാടും അമൽജിത്തിന് ഉജ്ജ്വല വരവേൽപ്പാണ് നൽകിയത്. 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവം ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കി ഈ മാസം 28-ന് നടത്താൻ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജലോത്സവത്തിൽ പങ്കെടുക്കും. ടൂറിസം മന്ത്രി പ്രഖ്യാപിച്ച 1 കോടി രൂപ ജലമേളക്കായി നൽകും. നിലവിൽ ടിക്കറ്റ് എടുത്തവർക്ക് അതുപയോഗിച്ച് തന്നെ കളി കാണാം. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വള്ളംകളി മാറ്റിവെച്ചത്. പിന്നീട് തീയതി പ്രഖ്യാപിക്കുന്നത് അനിശ്ചിതമായി നീണ്ടതോടെ വ്യാപക പ്രതിഷേധവും ഉണ്ടായി. ബേപ്പൂർ ജലോത്സവത്തിന് ടൂറിസം വകുപ്പ് 2.5 കോടി രൂപ അനുവദിച്ചതോടെ അത് ശക്തമായി. ജനപ്രതിനിധികളും വള്ളംകളി നടത്തണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു. ഇത് സംബന്ധിച്ച തീരുമാനം നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് സൊസൈറ്റിക്ക് സർക്കാർ വിട്ടു. ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച സൊസൈറ്റിയുടെ യോഗം ചേർന്ന് തീരുമാനമെടുത്തത്. സർക്കാർ തീരുമാനം ഓൺലൈനിലൂടെ മന്ത്രി P. പ്രസാദ് യോഗത്തിൽ അറിയിച്ചു. ഒളിമ്പിക്സ് മെഡൽ നേടിയ PR ശ്രീജേഷ് ഉൾപ്പെടെയുള്ളവരെ വള്ളംകളിയിൽ അതിഥികളാക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.